ഹായ് ഫ്രണ്ട്സ്, കലണ്ടറിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 68 എങ്കിൽ ഇതിൽ ആദ്യ ദിനം ആ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ സെയിം മോഡൽ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളത് അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് 10th പ്രിലിംസിന് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു മോഡലാണ് ഇത്. 3 ആഴ്ചയാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എളുപ്പത്തിൽ. അപ്പോൾ കലണ്ടറിലെ ഒരു തീയതി നമുക്ക് പറയുന്നു, അത് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള അതേ തീയതി വരുന്നത് x+7 ആയിരിക്കും. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള അതേ തീയതി വരുന്നത് x+14. 2 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരാഴ്ച 7 ആണ്, 2 ആഴ്ച എന്ന് പറയുമ്പോൾ 7+7 ആണ് അല്ലേ, അപ്പോൾ 14. ഇനി 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള അതേ തീയതി x+21. അപ്പോൾ 3 ആഴ്ചയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഒരു 21 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഒരു കലണ്ടറിലെ ഒരു തീയതിയും ആ തീയതി ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് എടുക്കാം, കോമ. ഇനി തൊട്ടടുത്ത തീയതി, ഈ എക്സിന് തൊട്ടടുത്ത തീയതി കാണാൻ പറഞ്ഞാൽ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ x+1. ഇനി ഇതേ തീയതികളുടെ 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ എക്സിന്റെ 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു 21 ആഡ് ചെയ്യണല്ലേ. അപ്പൊ എക്സിന്റെ കൂടെ എന്ത് ചെയ്യുക, 21 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ തൊട്ടടുത്ത ദിവസം നോക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ എത്രയാണ്, x+22. അപ്പൊ 4 തീയതികൾ നമുക്ക് കിട്ടി. ഇനി ഇതെല്ലാത്തിന്റെയും സം എത്രയാണ്, തുക എത്രയാണ്, 68. എന്ന് വെച്ചാൽ സമ്മ ഇവിടെ 68 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത പേജ് ചെയ്യാം. അപ്പൊ ഇവിടെ x+x+1 x+21 x+22 =68. നോക്കിക്കേ, ഇവിടെ എത്ര എക്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 അല്ലെ. x+x+x+x 4 പ്രാവശ്യം എക്സ് ആഡ് ചെയ്യുന്നതും 4 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് സെയിം തന്നെയാണ്. ഇനി എക്സ് ഇല്ലാത്ത ടേംസുകൾ ഏതൊക്കെയാണോ അതെല്ലാം കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാന്നുള്ളതാണ്. അത് ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്താൽ മതി. ഈ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെയാണ് എക്സ് ഇല്ലാത്തതെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്. ഇവിടെ ആരൊക്കെയാ, ഒരു 1 ഉണ്ട് അല്ലേ, പിന്നെ +21 ഉണ്ട്, പിന്നെ ഒരു 22 ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 1 + 21 22, 22 + 22 44 എന്ന് കിട്ടും, =68. ഇനി നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പൊ ആദ്യം എടുത്ത് കളയേണ്ടത് അല്ലെങ്കിൽ എടുത്ത് മാറ്റേണ്ടത് ഏതാണ്, 44 ആണ്. ഈ +44നെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോവാം, 68ന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. എന്തുകൊണ്ടാണ് 4 എടുക്കാത്തതെന്ന് ചോദിച്ചാൽ 4ന്റെ കൂടെ ആരുണ്ട്, ഇപ്പൊ എക്സ് കണക്ട് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് 4നെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം എക്സ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ടേം എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം കൊണ്ടുപോകാൻ. അപ്പൊ 44നെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, അതിന്റെ സൈന് ചേഞ്ച് ആവും. അപ്പോൾ 44 നമ്മൾ കൊണ്ടുപോകാൻ വെച്ചേക്കുവാണ്. അപ്പൊ ബാക്കി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരാ ഉള്ളതെന്ന് നോക്കുക. 44 നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ ആരാ ഉള്ളത്, 4x ആണ് അല്ലെ. അപ്പൊ 4 × x എന്നതിനെ ഞാൻ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആരാണോ ഉള്ളത് അയാളെ ആദ്യം എഴുതുക. റൈറ്റ് സൈഡിൽ ആരാണോ ഉള്ളത് അയാളെ ആദ്യം എഴുതിയിട്ട് കൊണ്ടുപോകുന്ന ആളെ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ അല്ലേ. റൈറ്റ് സൈഡിൽ ആരാണോ ഉള്ളത് അയാൾ ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് +44 റൈറ്റിലോട്ട് പോകുമ്പോൾ അതിന്റെ സൈൻ മാറി -44 ആയിട്ട് മാറും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സ് അല്ലേ വേണ്ടേ. അപ്പൊ 4 × x = ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം. 68 ന്ന് 44 എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് നോക്കുക. കിട്ടുന്നത് 24 ആയിരിക്കും. ഇനി നമുക്ക് എക്സ് ആ വേണ്ടത്. അപ്പൊ എക്സ് ഉള്ള ടേം അവിടെ നിർത്തിയിട്ട് എക്സിന്റെ കൂടെ നിൽക്കുന്ന 4നെ നമുക്കിനി എന്ത് ചെയ്യണം, റൈറ്റിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഈ 4ഉം എക്സും തമ്മിലുള്ള ഓപ്പറേഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കുക. ഏത് ഓപ്പറേഷൻ ആണ്, എക്സും 4ഉം തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ.
4x എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ആയിരിക്കും, എപ്പോഴും ഇൻറ്റു ആയിരിക്കും. ഓക്കെ, ഇൻറ്റു ആണ് നമ്മളിങ്ങനെ ചേർത്ത് വെക്കാറ്. അഡീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലസ് ഇട്ട് കാണിക്കും, സബ്ട്രാക്ഷൻ ആണെങ്കിലും പ്ലസ് ഇട്ട് കാണിക്കും. പിന്നെ ഡിവിഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഒന്ന് മേളിലും കാണും, ഒന്ന് താഴെയായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഡിവിഷൻ ആണ് എന്നുള്ള മനസ്സിലാവും. അപ്പോൾ ഇൻറ്റു മാത്രമാണ് നമ്മളിങ്ങനെ ചേർത്ത് എഴുതുന്നത്. എന്ന് വെച്ചാൽ 2y എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? 2 ഇൻറ്റു y എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇവിടെ 4x എന്നുള്ളത് 4 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ ഇക്വാളിറ്റിയുടെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഓപ്പറേഷൻ ചേഞ്ച് ആയി ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഓൾറെഡി റൈറ്റ് സൈഡിൽ ആരുണ്ട്? 24 ഉണ്ട്. ഇനി കൊണ്ടുപോകുന്ന ആളെ എഴുതണം. കൊണ്ടുപോകുന്ന ആള് ഡിവിഷൻ ഫോമിലാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 4. ഇവിടെ മിസ്റ്റേക്ക് വരുന്നത് ആദ്യമേ 4/24 എന്നൊക്കെ എഴുതും. അങ്ങനെ മിസ്റ്റേക്സ് വരുത്താം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓർഡർ മാറാതെ നോക്കുക. എപ്പോഴും എന്താണോ റൈറ്റിലുള്ളത് അത് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന ആളെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആരെയാണോ കൊണ്ടുപോകുന്നത് അയാളെ എന്ത് ചെയ്യാം, രണ്ടാമത് വേണം എഴുതാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഡിവിഷൻ ഫോം ആയതുകൊണ്ടാണ് ബൈ 4. ഈ 24/4 നിങ്ങൾക്ക് അറിയാമല്ലോ. 4ന്റെ ടേബിൾ എത്ര ടൈംസാ 24 വരുന്നേ? 6 ടൈംസ് അല്ലേ? അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൻസർ ആദ്യ തീയതിയാണ് നമുക്കിവിടെ എക്സ് ആയിട്ട് കിട്ടിയത്. അത് എത്രയാണ്? 6. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.